നമസ്കാരം. കേരളത്തിലെ സ്വർണ്ണ പണയ വിപണി നിയന്ത്രിക്കുന്ന മുത്തൂറ്റിനും മണപ്പുറത്തിനുമെല്ലാം വൻ തിരിച്ചടി. നിലവിൽ മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസുമാണ് ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ സ്വർണ്ണ പണയ വായ്പാ കമ്പനികൾ. ഈ രംഗത്തെ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് ആധിപത്യം മുത്തൂറ്റിനും മണപ്പുറത്തിനുമാണ്. എന്നാൽ ഈ കുത്തക പൊളിക്കാനും വിപണി കീഴടക്കാനുമായി കോർപ്പറേറ്റ് ഭീമന്മാർ കൂടി രംഗത്തെത്തുകയാണ്. ടാറ്റ, ബിർള, ഗോദ്രേജ്, L&T എന്നീ കോർപ്പറേറ്റ് കമ്പനികളാണ് സ്വർണ്ണ പണയ വിപണി രംഗത്ത് ഇപ്പോഴെത്തുന്നത്. സ്വർണ്ണവില കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനും അപ്പുറത്തേക്ക് ഉയർന്നതോടെയാണ് വിപണിയിൽ ആധിപത്യത്തിനായി ടാറ്റയും ബിർളയും L&Tയും ഗോദ്രേജും എല്ലാം രംഗത്തെത്തിയത്. ഇന്ത്യയിൽ സ്വർണ്ണ വിപണി ശക്തമായ കേരളത്തെയാണ് ഈ കമ്പനികൾ ആദ്യം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. തൃശൂർ ആസ്ഥാനമായ യോഗക്ഷേമ ലോൺസിനെ ഏറ്റെടുത്ത് ടാറ്റ ക്യാപിറ്റൽ ഗോൾഡ് ലോൺ വിപണിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു ധനകാര്യ സ്ഥാപനത്തെ ആദ്യമായാണ് ടാറ്റ ക്യാപിറ്റൽ ഏറ്റെടുക്കുന്നത്. ടാറ്റ ക്യാപിറ്റലിന് ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 1477 ശാഖകളുടെ ഭാഗമാകും യോഗക്ഷേമം ലോൺസിന്റെ ശാഖകളും. മറ്റൊരു കോർപ്പറേറ്റ് വമ്പനായ ഗോദ്രേജ് ഗ്രൂപ്പിന് കീഴിലെ ധനകാര്യ സ്ഥാപനമായ ഗോദ്രേജ് ക്യാപിറ്റലും സ്വർണ്ണ പണയ വിപണിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കനകദുർഗ ഫിനാൻസ് എന്ന സ്വർണ്ണ പണയ കമ്പനിയാണ് ഗോദ്രേജ് ക്യാപിറ്റലിന്റെ ഉപസ്ഥാപനമായ ഗോദ്രേജ് ഫിനാൻസ് ഏറ്റെടുത്തിട്ടുള്ളത്. ആദിത്യ ബിർള ക്യാപിറ്റലാണ് ഗോൾഡ് ലോൺ വിതരണത്തിലൂടെ എത്തുന്നത്. അടുത്ത 3 വർഷത്തിനകം രാജ്യത്ത് 1000 ശാഖകൾ തുറക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. മറ്റൊരു കോർപ്പറേറ്റ് കമ്പനിയായ L&Tയും ഈ രംഗത്ത് സജീവമാണ്. പോൾ മർച്ചന്റിന്റെയും ഇൻക്രെഡ് ഫിനാൻസ്, ട്രൂ ക്യാപ് ഫിനാൻസിന്റെയും സ്വർണ്ണ പണയ വായ്പാ ബിസിനസ്സാണ് L&T ഫിനാൻസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഗോൾഡ് ലോണിനെ മികച്ച വളർച്ചാ സാധ്യതയുള്ള മേഖലയായി കോർപ്പറേറ്റുകളും ആഗോള നിക്ഷേപ സ്ഥാപനങ്ങളും കാണുകയാണ് എന്നതിൻ്റെ തെളിവാണ് സ്വർണ്ണ പണയ വിപണിയിലേക്ക് വമ്പന്മാരുടെ ഈ കടന്നുകയറ്റം. സ്വർണ്ണ പണയ മേഖലയിലെ അതിവേഗ വളർച്ച കണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിൽ അവരുടെ ഓഹരി പങ്കാളിത്തം 41% ഉയർത്തിയിട്ടുമുണ്ട്. പല വലിയ കമ്പനികളും അവരുടെ നിലവിലുള്ള സ്വർണ്ണ വായ്പ ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കുകയുമാണ്. സ്വർണമാണെങ്കിൽ ഇപ്പോൾ പവന് 1.5 ലക്ഷത്തോളം എന്ന നിലയിലേക്ക് കുതിക്കുകയാണ്. US ഇറാൻ യുദ്ധം വീണ്ടും തുടങ്ങും എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവില കുത്തനെ മേലോട്ട് കുതിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ കേരളത്തിൽ പവന് 6000 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണ പണയ വിപണിയിലും മത്സരം കടുക്കുന്നത്.